അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമുള്ള വേറൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ലവ് ലേക്കിൽ പോയതിൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ ആണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞങ്ങൾ മാപ്പ് ഇട്ടിട്ട് ആ സ്ഥലത്ത് പോയത്. രാവിലെ ഞങ്ങൾ ഇറങ്ങി. 2 വേ ഉണ്ട്. ഒരു വേയിൽ പോയാൽ നിങ്ങൾക്ക് കറക്റ്റ് ഡയറക്റ്റ് ലവ് ലേക്കിലെത്താൻ പറ്റും. മറ്റു വഴിയാണെങ്കിൽ അൽഖുദ്ര ലേക്ക്, ഒരു 4-5 ലേക്കുണ്ട്, ഫ്ലമിംഗോ ലേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അവസാനം വന്നു ചേരുന്ന രീതിക്കാണ് വച്ചിട്ടുള്ളത്. അവിടെ പോയപ്പോൾ വേറെ ടിക്കറ്റ് ഒന്നുമില്ല ലവ് ലേക്കിൽ. എത്തിയപ്പോഴേക്കും അവിടെ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. വാഷ്റൂമുണ്ട്. വാഷ്റൂം അത്യാവശ്യം ഓക്കെയാണ്, ക്ലീൻ ആയിരുന്നു ഞങ്ങൾ പോയപ്പോൾ. ആദ്യം കയറപ്പോൾ തന്നെ ഈ ലവ് ലേക്കിൻ്റെ ഷേപ്പ് ഒരു വുഡിൽ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പാത്ത് വേ അകത്തോട്ട് പോകുന്ന വഴി തുടങ്ങുന്നത്. കുറച്ചു ദൂരം പോയപ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയാൽ നമുക്ക് ആ ലവ് ലേക്ക് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഈ സ്ഥലം മൊത്തം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല രീതിക്ക്. ഇപ്പോൾ ഈ ഗേറ്റൊക്കെ തന്നെ ഒരു പഴയ രീതിക്ക് ആണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരെ ആ ലവ് ലേക്ക് എന്ന് പറയുന്ന ആർച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൂടെ ഞങ്ങൾ പോയി. ആർച്ച് കഴിഞ്ഞിട്ട് കാണുന്നത് നേരെ ആ ലേക്കാണ്. അങ്ങനെ ഇന്ന സ്ഥലത്തൂടെ നടക്കണമെന്നൊന്നുമില്ല, നമുക്ക് തോന്നുന്ന പോലെ അവിടെ മൊത്തം കറങ്ങി അങ്ങ് നടക്കാം. ആ ലേക്കിൽ നോക്കിയാൽ കുറേ മീനുകളൊക്കെ കാണാൻ പറ്റും. അടുത്ത് വേറൊരു സംഭവം ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ഫോട്ടോ എടുക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട്. ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അതൊക്കെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. നമുക്കവിടെ വാട്ടർഫോളൊക്കെ കാണാൻ പറ്റും. വാട്ടർഫോളൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ പയ്യെ നടന്ന് പോകുമ്പോൾ അവിടെ ഒരു റോഡ് തീർന്നത് പോലെ തോന്നും. പിന്നെ ഒന്നുകൂടെ നോക്കി അവിടെ അതിൻ്റെ താഴെ ഒരു സിമെൻറ്റിൻ്റെ ഒരു പാത്ത് വേ പോലെ ഉണ്ട്. അപ്പോൾ അതായത് നമുക്ക് അതിൽ കൂടെ നടക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ അങ്ങ് നടന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു വൃത്തികെട്ടൊരു പറവ ഞങ്ങളൊന്ന് ഓട്ടിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഈ പറവയെ കണ്ട അതിൻ്റെ അടുത്തൂടെ പോവാണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ കമ്പോ എന്തെങ്കിലും വെച്ചേക്കുക, അതിനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ചൊരു ഉള്ളിലോട്ടൊരു വഴി പോലെ കണ്ട്. അങ്ങനെ അവിടെ നടന്നു നോക്കിയപ്പം അവിടെ ഈ അവർ വളർത്തുന്ന കുറേ പറവകൾ ഒരു വലയ്ക്കകത്തുണ്ട്. വുഡിനെ തന്നെ ആർച്ച് പോലെ ആക്കി വളച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് പോകാന്നുള്ള ഒരു സംഭവങ്ങളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഹാർട്ട് ഷേപ്പിന് ഓരോ സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ കൂടെ ഒരു കോഡ് ബൈക്ക് പോകുന്ന കണ്ടത്. അതവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, വെള്ളത്തിൽ കൂടെ പോകുന്ന പോലെ തോന്നും. പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുറേ നടന്നു പോയപ്പോഴേക്കും ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർ മീനിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കും. അത് കാണാൻ കൗതുകമുള്ളതുകൊണ്ട് അവിടെ പോയി നോക്കി. അവിടെ പോകാൻ കയറിയപ്പോഴേക്കും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ നമ്മളെ കയ്യിൽ കുറച്ച് ഫിഷ് ഫുഡ് തരും. അതിനെ അങ്ങ് വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് ഫിഷ് ഫുഡ് ഇട്ട് കൊടുത്തു. പിന്നെ നോക്കിയപ്പോഴേക്കും ഈ മീനുകളൊക്കെ നല്ല വലുതാണ്. എൻ്റെ പേടി ഇത് നമ്മളെ വല്ല വന്ന് കടിക്കുമെന്നാണ്. അതായത് ഈ പിറാനേനൊക്കെ പോലെ നമ്മളെ കടിക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയപ്പോഴേക്കും അവിടെ ഇച്ചിരി കുറച്ച് മേളിൽ കയറുന്ന പോലത്തെ സ്ഥലമാണ്. ഞാൻ വിചാരിച്ചത് അവിടെ മേളിൽ കയറിയ ഒരു വ്യൂവിങ് ഡെക്ക് പോലെ ആയിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഹാർട്ട് ഷേപ്പ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ മേളിൽ പോയപ്പോൾ വേറൊരു രീതിക്കൊരു ഇവരായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ഒരു സ്ഥലമാണ്. ഒരു UAE ഫ്ലാഗ് ഉണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലമുണ്ട്. പിന്നെ ഒരു മെറ്റൽ പോലത്തെ ഒരു സാധനത്തിൽ ഒരു സ്ട്രക്ചർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു റൗണ്ട് സ്ട്രക്ചർ പോലെ. വെയിറ്റ് ചെയ്യേണ്ട സ്ഥലമുണ്ട്. ടൂറിസ്റ്റ് വരുന്ന ആൾക്കാരൊക്കെ അവിടെയൊക്കെ വന്ന് ഇരുന്ന് ചില്ല് ചെയ്യുന്ന സ്ഥലമുണ്ട്.
പിന്നെ വുഡിൽ ഉണ്ടാക്കി വെച്ചൊരു ഫ്രെയിം പോലെ ഉണ്ട്. പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് കുറേ തേനീച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം നേരം നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. നോക്കിയപ്പോഴേക്കും ആ കയറി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിൽ ഒരു 2 സൈഡിലായിട്ടൊരു പാത്വേ പോലെ കിടക്കുന്നുണ്ട്. അവിടെ വെള്ളം സ്പ്രേ ചെയ്ത് തുടങ്ങി. അതായത് അതിൻ്റെ അകത്തോട് നടക്കപ്പോൾ ഈ മഴയത്ത് നടക്കുന്ന പോലത്തെ ഒരു ഫീല് വരും. ഞങ്ങൾ നടന്നില്ല, ഇനിയിപ്പോൾ ക്യാമറ വല്ലതും ചീത്തയായാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതൊരു നല്ലൊരു സംഭവമായിരുന്നു. വേറെ ഒരുപാട് ആൾക്കാർ അതുവഴി നടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു, എൻജോയ് ചെയ്തിട്ട്. പിന്നെ ഇതൊക്കെ കണ്ട ഞങ്ങൾ നേരെ അങ്ങനെ ഇറങ്ങി തിരിച്ചു. അടുത്ത് പിന്നെ ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളും വരിക, മാപ്പിട്ട് വേണമെങ്കിൽ മാപ്പിട്ട് വരിക, വഴി അറിയാമെങ്കിൽ അങ്ങനെ വരിക. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ റോഡ് ഇച്ചിരി മോശമാണ്. അപ്പോൾ ഇച്ചിരി വലിയ വണ്ടി ഉണ്ടെങ്കിൽ കുറച്ച് നല്ലത്. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ സിഡാനൊക്കെ അതുവഴി പോകുന്നത് കണ്ടു. ഏതായാലും കുറച്ച് ഓഫ് റോഡ് ചെയ്യാൻ കണക്കാക്കി വരിക. നല്ല സ്ഥലം, എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമായിരിക്കും. ഇനിയിപ്പോൾ സമ്മർ വരുന്നു, കണക്കാക്കി വരിക. പിന്നെ വേറെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ വീഡിയോ പിന്നെ ഒരിക്കൽ കാണാം. അപ്പോൾ ഓക്കെ എന്നാൽ.